In this video, we discuss Leibniz theorem. Leibniz theorem means, it is for find the nth derivative of the product of two functions. If u and v are two functions in x, then nth derivative of the product, that is denoted by uv suffix n. Suffix n denote the nth derivative. uv means the product of the two function u and v. Okay. Then its formula is, or formula for finding nth derivative the product uv is unv plus nc1 un minus 1 v1 plus nc2 un minus 2 v2 plus etc. plus the last term is ncn u into vn. It is like the form of a plus b all raised to n binomial theorem. The first term is nth derivative of u into v. u and v means nth derivative of u, then into v, plus nc1, then suffix u of suffix n minus 1, that is the n minus 1 the derivative, n minus 1 derivative of the first into first derivative of the second, plus nc2 into n minus 2 ആണ് കേട്ടോ, the n minus 2, n minus 2 derivative of the first into second derivative of the second, etc. etc. The last term is ncn. What is ncn? ncn equal to n. ncn equal to 1. ncn equal to 1 into u first into nth derivative of the last or the second. That is a Leibniz theorem. Okay. Now we consider one example for that. The example is the nth derivative of e raised x into 2x plus 3 the whole cube. Here we select e raised x as u and second as v. Since the first is e raised x, then any derivative that is e raised x itself, that is first derivative is e raised x, second derivative is e raised x, etc. 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 And the second v, first derivative of that is 3 into 2x plus 3 the square into 2, and second derivative of the second is 6 into 2x plus 3 into 2 square, that is 4. Then the third derivative is 6 into 2 into 4, and the fourth derivative is 0, that is fourth derivative 0 ആയതുകൊണ്ട് ആ സ്റ്റെപ്പ് തേർഡ് ഡെറിവേറ്റീവ് വരുന്ന സ്റ്റെപ്പ് വരെ എടുത്താൽ മതി, ബാക്കിയെല്ലാം 0 ആണ്. ഓക്കെ, നമുക്ക് ആ ഫോർമുല ഒന്ന് നോക്കാം. Formula is e raised to x into 2x plus 3, or ഇങ്ങനെ എഴുതാം ഫോർമുല un into v plus nc1 un minus 1 v1 plus nc2 into un minus 2 v2, etc. etc. Okay, so we select un then v. Okay,
Here we select u as e raised to x, then u1 is e raised to x, u2 is e raised to x, etc. etc. And v1 is നമ്മുടെ ഈ യുവിന് നമ്മളിവിടെ ഇ റെസ്റ്റ് എക്സ് എടുത്തല്ലോ. ഇ റെസ്റ്റ് എക്സ് എടുക്കുമ്പം അതിൻ്റെ എന്ത് ഡെറിവേറ്റീവും ഇ റെസ്റ്റ് എക്സ് തന്നെ. അപ്പോൾ ഇ റെസ്റ്റ് എക്സ് ഇൻറ്റു വി എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ ഏതാ? വി മീൻസ് 2x + 3 ദി ഹോൾ ക്യൂബ് പ്ലസ് NC1 n എഴുതി. ദെൻ n-1 ഡെറിവേറ്റീവ്. ഈ n-1 ഡെറിവേറ്റീവ് എന്ന് പറയുമ്പം ഇ റെസ്റ്റ് എക്സ് ആയതുകൊണ്ട് ഏത് ഡെറിവേറ്റീവ് എടുത്താലും ഏത് വരും? അത് തന്നെയാണ്. അപ്പോൾ ഇ റെസ്റ്റ് എക്സ് എഴുതി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ v1 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം? സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എങ്ങനെ എഴുതും? 6 ഇൻറ്റു 2x + 3, 6 ഇൻറ്റു 2x + 3 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 2 പ്ലസ് NC2 n ഇൻറ്റു n-1/2 ദെൻ ഇ റെസ്റ്റ് എക്സ് തന്നെ. ദെൻ അതിൻ്റെ അടുത്ത ഡെറിവേറ്റീവ്, ഈ ടേമിൻ്റെ അടുത്ത ഡെറിവേറ്റീവ് അതങ്ങനെ എടുക്കുക. അപ്പോൾ ഇവിടെ 12 ഇൻറ്റു 2x + 3 ഇൻറ്റു 4 എന്ന് വരും. ഓക്കെ ദെൻ പ്ലസ് NC2 കഴിഞ്ഞത് കൊണ്ട് അടുത്ത NC3 മീൻസ് n ഇൻറ്റു n-1 ഇൻറ്റു n-2/1 ഇൻറ്റു 2 ഇൻറ്റു 3. ദെൻ ഇ റെസ്റ്റ് എക്സിൻ്റെ ഏത് ഡെറിവേറ്റീവാണ് അത് തന്നെ എടുക്കും. ഇൻറ്റു നമ്മളിപ്പോൾ എടുത്ത ഈ ടേമുകൾ ഏതാ? ഈ 12 ഇൻറ്റു 2x + 3 ഇൻറ്റു 4ൻ്റെ അടുത്ത ഡെറിവേറ്റീവ്. അത് 12 അതേപോലെ എഴുതി, 2xന് 2 എഴുതി, 4 അതേപോലെ എഴുതി. ദെൻ പ്ലസ് ദെൻ നെക്സ്റ്റ് ടേമിലെ ശരിക്കും നമുക്കിവിടെ എഴുതേണ്ട NC3 ആയതുകൊണ്ട് NC4 എഴുതും. ദെൻ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഇ റെസ്റ്റ് എക്സ് തന്നെ. ദെൻ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 0 ആയിട്ട് മാറും. അതുകൊണ്ട് നമുക്ക് ഈ NC4 എന്ന ടേം വേണ്ട. അപ്പോൾ ഇവിടെ ആകെയുള്ളത് ഈ ടേം വേണം, ഫസ്റ്റ് ടൈം വേണം, സെക്കൻഡ് ടൈം വേണം, തേർഡ് ടൈം വേണം, ദെൻ ഫോർത്ത് ടൈം. ബാക്കിയെല്ലാം 0 ആയിട്ട് മാറും. അപ്പോൾ നമുക്കിവിടെ ലഭിക്കുന്ന ആൻസർ ഇ റെസ്റ്റ് എക്സ് ഇൻറ്റു 2x + 3 ദ ഹോൾ ക്യൂബ് വരും. പ്ലസ് ഇവിടെ n ഇൻറ്റു 12 ഇൻറ്റു ഇ റെസ്റ്റ് എക്സ് ഇൻറ്റു 2x + 3 ദ ഹോൾ സ്ക്വയർ വരും. ദെൻ നെക്സ്റ്റ് ടൈം n ഇൻറ്റു n-1 ഇൻറ്റു ഇ റെസ്റ്റ് എക്സ് 12ഉം 2 കട്ട് ചെയ്ത് 6 ഇൻറ്റു 2x + 3 ഇൻറ്റു 4 അത് മൾട്ടിപ്ലൈ 24 എന്നാകും. ദെൻ ഇവിടെ 6 കട്ടായി 2 വരും. അപ്പോൾ ആ ടേമിൽ 2 ഇൻറ്റു 4 8 ഇൻറ്റു 2 16. അപ്പോൾ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 16 ഇൻറ്റു ലാസ്റ്റ് ടേം 16 ഇൻറ്റു n ഇൻറ്റു n-1 ഇൻറ്റു n-2 ഇൻറ്റു ദെൻ ഇ റെസ്റ്റ് എക്സ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത്. സെക്കൻഡ് ലാസ്റ്റ് ടൈം നമുക്കറിയാം. ഇവിടെ 4 ഇൻറ്റു 6 24 ഇൻറ്റു n ഇൻറ്റു n-1 ഇൻറ്റു ഇ റെസ്റ്റ് എക്സ് ഇൻറ്റു 2x + 3. ഇങ്ങനെ അത് എന്ത് ചെയ്യുക? ഓരോ ടേമും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. ഇതാണ് ലെബ്നിറ്റ്സ് റൂൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം. ഇതിന് ഉപയോഗം എന്ന് പറഞ്ഞാൽ ഈ പ്രോഡക്റ്റ് തന്നിട്ട് എന്ത് ഡെറിവേറ്റീവ് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫോമുല ക്ലിയർ ആയല്ലോ. എന്ത് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. ആദ്യം നമ്മൾ എഴുതുന്നത് ഫസ്റ്റിൻ്റെ എന്ത് ഡെറിവേറ്റീവ് ഇൻറ്റു സെക്കൻഡ് പ്ലസ് NC1 ഇൻറ്റു ഫസ്റ്റിൻ്റെ n-1 ഡെറിവേറ്റീവ് ഇൻറ്റു ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് NC2 ഇൻറ്റു n-2 ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് എക്സെട്ര. അപ്പോൾ അതിൽ ചില പ്രോബ്ലം ചെയ്യുമ്പോൾ അത് സ്റ്റോപ്പാകും. അപ്പോൾ സ്റ്റോപ്പാകുന്നവരെ എഴുതുക. നമ്മളിപ്പോൾ കണ്ടൊരു എക്സാമ്പിൾ അങ്ങനെയാണ്. 4th ടൈമിൽ അത് സ്റ്റോപ്പായി.
ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യനാണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിച്ച് ചില പ്രോബ്ലം ചെയ്യാൻ പറ്റും. അതുമാതിരിപ്പെട്ട ഒരു 5 പ്രോബ്ലം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇങ്ങനെ: ഇഫ് y ഈക്വൾ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ദി ഹോൾ സ്ക്വയർ ഷോ ദാറ്റ് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു വൈ എൻ പ്ലസ് 2 മൈനസ് 2n പ്ലസ് 1 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ എൻ പ്ലസ് 1 മൈനസ് എൻ സ്ക്വയർ വൈ എൻ ഈക്വൾ ടു 0. ഇങ്ങനെ പ്രൂവ് ചെയ്യണം. y ഈക്വൾ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ഹോൾ സ്ക്വയർ തന്നിട്ടുണ്ട്. പ്രൂവ് ചെയ്യുന്നത് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു വൈ എൻ പ്ലസ് 2. ഈ വൈ എൻ പ്ലസ് 2 മീൻസ് ദി എൻ പ്ലസ് 2th ഡെറിവേറ്റീവ്. എൻ പ്ലസ് 2th ഡെറിവേറ്റീവ് ആണ്. അതിൽ വൈ എൻ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എൻ പ്ലസ് 1th ഡെറിവേറ്റീവ്. ദെൻ വാട്ട് ഈസ് വൈ എൻ ദ ഡെറിവേറ്റീവ് ഓഫ് വൈ. അപ്പോൾ ഈ ടൈപ്പ് ഒരു 4-5 ചോദ്യം നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ലെബനിസിൻ്റെ പോർഷൻസ് വരുന്നത്, ലെബനിസ് എന്നൊരു സിലബസിൽ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വരാനുള്ള സാധ്യതയുള്ള ചില ചോദ്യങ്ങളാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് y1 കാണും. ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ സ്ക്വയർ ആയതുകൊണ്ട് 2 സൈൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു 1/√1 മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, ഇത് ക്രോസ് ഗുണിച്ചാൽ 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു y1 ഈക്വൾ ടു 2 സൈൻ ഇൻവേഴ്സ് എക്സ്. ഓക്കെ, we again differentiate. Then first into derivative second plus second into derivative first, that is derivative root x 1/2 x into minus 2x equal to 2 into derivative sin inverse x 1/√1 minus x square. Okay, then multiplying throughout by 1 minus x square, multiplying throughout by 1 minus x square, then we obtained as 1 minus x square into y2 minus x y1 equal to 2. അപ്പോൾ 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. ഓക്കെ, നമ്മൾ ഇനി നമുക്ക് ഇതിൽ നമ്മൾ ലെബനിസ് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഈ കിട്ടിയതിനെ n ടൈംസ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോവുകയാണ്. n ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഫോർമുല എങ്ങനെയാണ്? ഇതിനെ ഓരോന്നിനെ n ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതുന്നത് nth derivative of first is y2 and second is 1 minus x square. Again nth derivative of first is y1, second is x equal to nth derivative of 2. 2 is constant than 0. Then formula is, ഇപ്പോൾ ഇവിടെ നമുക്ക് u ഇതാണ്. ഇപ്പോൾ യുവിൻ്റെ nth ഡെറിവേറ്റീവ്. ഇപ്പോൾ വൈയുടെ നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് വരെ കണ്ടിട്ടുണ്ടേ. വീണ്ടും n ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സഫിക്സ് n പ്ലസ് 2 ആണ്. വൈയെയാണ് നമ്മൾ n ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നെങ്കിൽ yn എന്ന് എഴുതും. y1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവാണ്. അതിനെ വീണ്ടും നമ്മൾ n ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ yn പ്ലസ് 1 എന്ന് വരും. ഓക്കെ, അതുകൊണ്ട് ഫസ്റ്റിനെ നമ്മൾ n ടൈംസ് un എന്ന് പറഞ്ഞാൽ n ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ്. ഏതാ ഫസ്റ്റിനെ. ഇപ്പോൾ y2നെ നമ്മൾ n ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ yn പ്ലസ് 2 കിട്ടി. സെക്കൻഡ് ടൈം അതേപോലെ നമ്മൾ കോപ്പി ചെയ്യുക. ഓക്കെ, പ്ലസ് nc1 n എഴുതി. വീണ്ടും ഫസ്റ്റിനെ എന്ത് ചെയ്യുന്നു? n-1 കാണുമെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് n പ്ലസ് 1 ആണ്. y2നെ n-1 ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ yn പ്ലസ് 1 ആയിട്ട് മാറും. ഓക്കെ, ദെൻ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് 1 മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താ? -2x.
ഓക്കെ, പ്ലസ് തേർഡ് ടൈം NC1 കഴിഞ്ഞ NC2 മീൻസ് n ഇൻറ്റു n-1/1 × 2. ദെൻ എഗെയിൻ yn+1 ഡെറിവേറ്റീവ് വീണ്ടും ഒന്ന് കുറയുക, ദാറ്റ് ഈസ് n ആയിട്ട് മാറും. ഓക്കെ, ദെൻ -2x ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ -2 ആയിട്ട് മാറി. ദെൻ അടുത്ത ഇത് ഈ ലെബനിസ് പ്രകാരം അടുത്ത എടുക്കുമ്പോൾ NC3 വരണ്ടേ. NC3 വരുമ്പോൾ ഫസ്റ്റിനെ ഈ NC3 എഴുതി yn വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യും, അതിൻ്റെ സഫിക്സ് ഒന്ന് കുറയും, yn-1 ആകും. ദെൻ -2 ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ടേമിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 3 ടേമേ ഉണ്ടാവൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റിനെ നമ്മൾ ഇത്രയും ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ടേം y1x-നെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇത് ഫസ്റ്റ് 2 സ്റ്റെപ്പ് മാറ്റിയുള്ളതാണ്. അപ്പോൾ അവിടെ എന്താ വരിക? മൈനസ് ഉണ്ട്. y1-ൻ്റെ എന്ത് ഡെറിവേറ്റീവ്? ഇപ്പോൾ yn+1, x അതേപോലെ കോപ്പി ചെയ്തു, മൈനസ് ഈസ് കോമൺ. ദെൻ NC1-ന് n എഴുതി, y1-ൻ്റെ n-1 ഡെറിവേറ്റീവ്, y1-ൻ്റെ n-1 ഡെറിവേറ്റീവ് എടുക്കേണ്ടത്, y1-ൻ്റെ n-1 ഡെറിവേറ്റീവ്. അപ്പോൾ എന്ത് വരും? yn ആകും, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആയി. അപ്പോൾ ഇതിനെ സ്റ്റോപ്പ് ചെയ്യും. ഇനി അത് വേണ്ട, മുന്നോട്ട് പോയില്ല. കാരണം അടുത്ത സ്റ്റെപ്പിൽ ഈ 1-ൻ്റെ ഡെറിവേറ്റീവ് 0 ആയിട്ട് മാറും. ഓക്കെ, എന്നിട്ട് ഇതൊന്ന് അറേഞ്ച് ചെയ്താൽ മതി. കാരണം ഇവിടെ അതുകൊണ്ട് ഇതിൽ ഈ ടേമിൽ yn+1 ഉണ്ട്, അതുകൊണ്ട് ഇവിടെയും yn+1 ഉണ്ട്. അവിടെ yn+1 കോമൺ എടുക്കുക. അതേപോലെ ഇവിടെ 2 കട്ട് കഴിയുമ്പോൾ ഇവിടെയും ഇവിടെയും yn കോമൺ. ഓക്കെ, അത് കോമൺ ആക്കി എടുത്ത് എഴുതുക. അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ലാസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് 1 - x² yn+2 മൈനസ് yn+1 കോമൺ എടുക്കുമ്പോൾ 2n+1 yn+1 മൈനസ് n² yn = 0. ഇത് നമ്മുടെ ആൻസർ. ഓക്കെ, അത് അറേഞ്ച് ചെയ്യുക. yn+1 കോമൺ, yn കോമൺ. അപ്പോൾ ലഭിക്കുന്നത് n² yn എന്ന് കിട്ടും. അതിൽ -n + n കട്ടായി പോകുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കതിൽ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പരിചയപ്പെടാം. തേർഡ് ക്വസ്റ്റ്യൻ ഞാൻ പറയാൻ പോകുന്ന ചോദ്യം എന്ന് പറയുന്നത്, തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത് അതേപോലെ ഇഫ് y = e⁻a sin−1 x, prove that 1 - x² yn+2 minus 2n+1 x yn+1 minus n² plus a² yn = 0. ഇത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ വീണ്ടും ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ നമ്മളിനി ചെയ്യുന്നതെല്ലാം ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻ കേട്ടോ, കുറേ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ y1 കാണുമ്പോൾ ഈ e⁻x ഡെറിവേറ്റീവ് അത് തന്നെ. ദെൻ a × 1/√1 - x², നേരത്തെ ചെയ്ത പോലെ ക്രോസ് ഗുണിക്കുമ്പോൾ 1 - x² y1 × a × e⁻a sin−1 x. ഓക്കെ, ഇതിനെ വേണമെങ്കിൽ നമുക്ക് y എന്ന് പേര് കൊടുക്കാം. അപ്പോൾ y എന്ന് കിട്ടി, y എന്ന് കിട്ടി. വീണ്ടും നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് 2 × √1 - x² ഇൻറ്റു -2x = a × y1. ഓക്കെ, ദെൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് √1 - x² മൾട്ടിപ്ലൈ ചെയ്യുക എല്ലാവരെയും. √1 - മൾട്ടിപ്ലൈ ത്രൂ ഔട്ട് ബൈ √1 - x². Then we get 1 - x² y2 minus x y1 = a ×
1 മൈനസ് എക്സ് സ്ക്വയർ വൈ വൺ. ഈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ വൈ വൺ എന്ന് പറയുന്നത് ഈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ വൈ വൺ എന്ന് പറയുന്നത് എ വൈ ആണ്. എ വൈ. സോ എ ഇൻറ്റു എ വൈ എ സ്ക്വയർ വൈ. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ എന്താ കിട്ടി? ഒരേ ഇക്വേഷനാണ് കിട്ടിയിരിക്കുന്നത്. എങ്ങനെയാണ്? സെക്കൻഡ് ഡെറിവേറ്റീവ് ഫസ്റ്റ് ഡെറിവേറ്റീവ് മിക്സ് ചെയ്തൊരു ഇക്വേഷൻ കിട്ടി. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യണം? ലെബിനിസ് റൂൾ അപ്ലൈ ചെയ്യണം. ലെബിനിസ് റൂൾ അപ്ലൈ ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു വൈ ടുവിൽ വൈ ടുവിനെ യു എടുക്കുന്നു, 1 മൈനസ് എക്സ് സ്ക്വയറിനെ വി എടുക്കുന്നു നേരത്തെ ലെബിനിസ് റൂൾ പ്രകാരം. അപ്പോൾ വൈ ടുവിൻ്റെ എന്ത് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ വൈ എൻ പ്ലസ് ടു ഇൻറ്റു സെക്കൻഡ് അതേപോലെ എഴുതി, ഓക്കെ, പ്ലസ് എൻ സി വൺ മീൻസ് എൻ ഇൻറ്റു വൈ എന്നിൻ്റെ വൈ ടുവിൻ്റെ എൻ മൈനസ് വൺ ഡെറിവേറ്റീവ് നമ്മളിങ്ങനെ എഴുതുന്നത് യു എൻ മൈനസ് വൺ. യു എൻ മൈനസ് വൺ. ഇവിടെ യു എന്ന് പറഞ്ഞാൽ ഇവിടെ യു നമ്മുടെ അസംഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? വൈ ടു ആണ്. ഓക്കെ. അപ്പോൾ എൻ മൈനസ് വൺ ആകുമ്പോൾ ഇവിടെ എന്താ വരിക? എൻ മൈനസ് വൺ പ്ലസ് ടു വരും. അപ്പോൾ സഫിക്സ് എൻ പ്ലസ് വൺ ആയിട്ട് അതിൻ്റെ മീനിങ്. അപ്പോൾ എൻ ഇൻറ്റു വൈ എൻ പ്ലസ് വൺ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് ദാറ്റ് ഈസ് മൈനസ് 2x പ്ലസ് എൻ സി ടു എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഇൻറ്റു എൻ ബൈ ടു ഇൻറ്റു വൈ എൻ പ്ലസ് വൺ ഡെറിവേറ്റീവ് ഒന്ന് കുറയും വീണ്ടും. അപ്പോൾ വൈ എൻ ആകും. മൈനസ് 2x ഡെറിവേറ്റീവ് മൈനസ് 2 ആകും. ഓക്കെ, സ്റ്റോപ്പായി. അടുത്ത സ്റ്റെപ്പിൽ മൈനസ് 2 ഡെറിവേറ്റീവ് 0 ആകുന്നതുകൊണ്ട് ആ പ്രോസസ്സ് അവിടെ അവസാനിക്കുക. 3 ടേംസേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ടേമിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കാം. സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ എക്സ് വൈ വൺ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ടേം അസ്യൂം ചെയ്താൽ അങ്ങനെ ടൈം ഉള്ളത് മൈനസ് എക്സ് വൈ വൺ മൈനസ് അതേപോലെ 8 വൈ വണ്ണിൻ്റെ എന്ത് ഡെറിവേറ്റീവ് എൻ പ്ലസ് വൺ സെക്കൻഡ് അതേപോലെ എഴുതി പ്ലസ് എൻ സി വൺ എൻ എഴുതി വൈ എൻ പ്ലസ് വണ്ണിന് ഒന്ന് കുറയും വൈ എൻ ആകും. അപ്പോൾ രണ്ടാമത്തേനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യും. മതി, സ്റ്റോപ്പായി. ഓക്കെ, സ്റ്റോപ്പായി. ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്ത് വരും? റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് എ സ്ക്വയർ വൈ ആണ്. ലെഫ്റ്റിൽ കൊണ്ടുവന്നാൽ മൈനസ് എ സ്ക്വയർ വൈയുടെ എന്ത് ഡെറിവേറ്റീവ് എന്തായിട്ട് മാറും? വൈ എൻ ആയിട്ട് മാറും. ഈക്വൽ ടു 0. വൈയുടെ എന്ത് ഡെറിവേറ്റീവ് വൈ എൻ തന്നെ. അവിടെ ലെബിനിസ് ഒന്നും വേണ്ട, ഒരു ടേമേ ഉള്ളൂ. ഒരു ടേമാണെങ്കിൽ ലെബിനിസ് അല്ല വേണ്ട, ഡയറക്റ്റ് നമ്മുടെ വൈയുടെ എന്ത് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ വൈ എൻ. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് ചെയ്ത പോലെ മൈനസ് ഓപ്പൺ ചെയ്യുന്നു. വൈ എൻ പ്ലസ് വൺ 2 സ്ഥലത്തുണ്ട്, വൈ എന്നും 2 സ്ഥലത്തുണ്ട്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യുന്നു? വൈ എൻ പ്ലസ് വൺ കോമൺ എടുക്കുക, വൈ എന്ന് കോമൺ എടുക്കുക. നമുക്ക് ലാസ്റ്റ് അപ്പോൾ ലഭിക്കുന്നത് എഴുതി നോക്കിക്കോ. 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു വൈ എൻ പ്ലസ് 2 മൈനസ് 2n പ്ലസ് 1 ഇൻറ്റു എക്സ് വൈ എൻ പ്ലസ് 1 മൈനസ് എൻ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു വൈ എൻ ഈക്വൽ ടു 0. എൻ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ ഇൻറ്റു വൈ എൻ ഈക്വൽ ടു 0. ഓക്കെ, ഇതാണ് ലെബിനിസ് തിയറം പ്രകാരം നമ്മൾ ഈ ഏതാ വൈ ഈക്വൽ ടു ഇ റേസ് ടു എ സൈൻ വേർഡ് 6നെ നിന്ന് ഈ ഫോമുല ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ ലെബിനിസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ നമ്മളതിൽ മനസ്സിലാക്കുന്നത് യു വിയുടെ എന്ത് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റിന് സഫിക്സ് എന്ന് എഴുതും, സെക്കൻഡ് അതേപോലെ വെക്കും, എൻ സി വൺ എഴുതും, സെക്കൻഡ് സഫിക്സ് ഒന്ന് കുറയും, അപ്പോൾ ഫസ്റ്റിന് സഫിക്സ് വരും, വീണ്ടും എൻ സി ടു കുറയും, ഫസ്റ്റിന് വീണ്ടും സഫിക്സ് ഒന്ന് കുറയുക, സെക്കൻഡ് ഒന്ന് കൂടുക. ഈ കൂടുക മീൻസ് ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാമെന്ന്. സെക്കൻഡിനെ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യും. ഈ വി വണ്ണിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യും, അപ്പോൾ വി ടു വരും. വി എ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യും, വി വൺ കിട്ടും. അപ്പോൾ അങ്ങ് തുടർച്ചയായിട്ട് എന്ത് ചെയ്യുക? ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഫസ്റ്റിന് പിന്നെ സഫിക്സ് എൻ ആയതുകൊണ്ട് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ സഫിക്സ് ഓരോന്ന് കുറഞ്ഞ് കുറഞ്ഞ് വരത്തതേ ഉള്ളൂ. കാരണം
അവിടെ എന്താണ് അത്, അതിൻ്റെ ഫോമുല എങ്ങനെയാണ്? എൻ സി 1 ഡി യു എൻ മൈനസ് 1 ബി എന്ന് പറയാം. എൻ സി 2 യു എൻ മൈനസ് 2 ബി 2. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരേപോലെ രണ്ട് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് y ഈക്വൾ ടു എ ഇൻറ്റു കോസ് ലോഗ് എക്സ് പ്ലസ് ബി സൈൻ ലോഗ് എക്സ്. പ്രൂവ് ചെയ്യേണ്ടുന്നത് എക്സ് സ്ക്വയർ വൈ എൻ പ്ലസ് 2 പ്ലസ് 2n പ്ലസ് 1 എക്സ് ഇൻറ്റു വൈ എൻ പ്ലസ് 1 പ്ലസ് എൻ സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു വൈ എൻ ഈക്വൾ ടു 0. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ ചെയ്തപോലെ തന്നെ കേട്ടോ, എല്ലാം ഒരേപോലെ ചെയ്യും നമ്മൾ. അപ്പോൾ നമ്മൾ ഡിഫറൻഷ്യേറ്റ് വൈയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എ എങ്ങനെ എഴുതി, കോസ് ലോഗ് എക്സ് എന്ന് പറയുമ്പം മൈനസ് സൈൻ ലോഗ് എക്സ് ഇൻറ്റു 1/x പ്ലസ് ബി സൈനിൻ്റെ കോസ് ലോഗ് എക്സ് ഇൻറ്റു ബൈ എക്സ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ്. ഇവിടെ നമ്മൾ എക്സ് കൊണ്ട് എല്ലാത്തിനും ഓപ്പറേറ്റ് ചെയ്യുന്നത്. എക്സ് വൈ 1 ഈക്വൾ ടു മൈനസ് എ സൈൻ ലോഗ് എക്സ് പ്ലസ് ബി കോസ് ലോഗ് എക്സ്. ലെഫ്റ്റ് ആൻഡ് റൈറ്റും വീണ്ടും ഡിഫറൻഷ്യേറ്റ് ത്രൂ ഔട്ട് ബൈ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് ഈക്വൾ ടു മൈനസ് എ കോസ് ലോഗ് എക്സ് കോമൺ ബൈ എക്സ് മൈനസ് ബി സൈൻ ലോഗ് എക്സ് കോമൺ ബൈ എക്സ്. വീണ്ടും എക്സ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുക, മൾട്ടിപ്ലൈയിങ് ത്രൂ ഔട്ട് ബൈ എക്സ്. ഓക്കെ, മൾട്ടിപ്ലൈയിങ് ത്രൂ ഔട്ട് ബൈ എക്സ്. then x square y2 plus xy1 equal to minus of a cos log x plus b sin log x. That is our question y. Therefore x square y2 plus xy1 plus y equal to 0. ഓക്കെ, ഇതാണ് നമുക്ക് ഇനിഷ്യൽ കിട്ടുന്ന ഒരു ഇക്വേഷൻ. ഇതിൽ നമ്മൾ ഓരോ ടേമിലും ലെബനിസ് റൂൾ അപ്ലൈ ചെയ്യാൻ പോകുകയാണ്. ഇതിൽ ഓരോ ടേമിലും ലെബനിസ് അപ്ലൈ ചെയ്യാൻ പോകുകയാണ്. ലെബനിസ് അപ്ലൈ ചെയ്യുമ്പോൾ y2 ഫസ്റ്റായിട്ട് എടുക്കുക, എക്സ് സ്ക്വയർ സെക്കൻഡായിട്ട് എടുക്കുക. y2 എന്ന് പറയുന്നത് യുവും വി എന്ന് പറയുന്നത് എക്സ് സ്ക്വയറും ഫസ്റ്റ് ടേമിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ലെബനിസ് എന്താ പറഞ്ഞിരിക്കുന്നത്, ഫസ്റ്റിൻ്റെ എന്ത് ഡെറിവേറ്റീവ്, അപ്പോൾ n+2 ആവും കേട്ടോ. n+2 സെക്കൻഡ് അതേപോലെ എഴുതി പ്ലസ് NC1 n എഴുതി. ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവിൻ്റെ സഫിക്സ് ഒന്ന് കുറയും, അപ്പോൾ സെക്കൻഡിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. പ്ലസ് NC2 എഴുതി, ഫസ്റ്റിൻ്റെ സഫിക്സ് ഒന്ന് കുറയും, സെക്കൻഡിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2 വരും. ഓക്കെ, 2 കിട്ടി. ഇപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അടുത്ത സ്റ്റെപ്പിൽ അത് ഉണ്ടാകില്ല, 0 ആയിട്ട് മാറും. അപ്പോൾ ഇത്രയും മതി. ദെൻ സെക്കൻഡ് ടേം എക്സ് y1ൽ y1 ഫസ്റ്റ്, y1ൻ്റെ എന്ത് ഡെറിവേറ്റീവ് yn+1 സെക്കൻഡ് അതേപോലെ എഴുതി NC1 n ഫസ്റ്റിൻ്റെ സഫിക്സ് ഒന്ന് കുറയ്ക്കുക, സെക്കൻഡിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, മതി, കഴിഞ്ഞു. അടുത്ത ടൈമിൽ 0 ആണ്. ഓക്കെ, ഇനി അതിലെന്താ അടുത്ത ടൈം എന്ന് പറയാൻ എന്താ അടുത്ത നമുക്ക് കിട്ടിയിരിക്കുന്നത് പ്ലസ് വൈ ആണ്. വൈയുടെ എന്ത് ഡെറിവേറ്റീവ് എന്തായിട്ട് മാറും, yn ആയിട്ട് മാറും, ഈക്വൾ ടു 0. എന്നിട്ട് ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ yn+2 ഓക്കെ പ്ലസ് 2n+1 ഇൻറ്റു എക്സ് ഇൻറ്റു yn+1 പ്ലസ് n സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു yn ഈക്വൾ ടു 0. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി നമ്മൾ ഈ വീഡിയോയിൽ 2 ക്വസ്റ്റ്യൻ കൂടി വർക്കൗട്ട് ചെയ്യാൻ പോകുന്നു. ഓക്കെ,
എല്ലാം ഒരേപോലെ തന്നെ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇഫ് y ഈക്വൽ ടു ലോഗ് എക്സ് പ്ലസ് റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് 1, പ്രൂവ് ദാറ്റ് 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു വൈ എൻ പ്ലസ് 2 പ്ലസ് 2n പ്ലസ് 1 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ എൻ പ്ലസ് 1 പ്ലസ് എൻ സ്ക്വയർ വൈ എൻ ഈക്വൽ ടു 0. ഇത് നമുക്ക് പ്രൂവ് ചെയ്യാം. സെയിം ക്വസ്റ്റ്യൻ. ഓക്കെ, നേരത്തെ ഇതുപോലെ നമ്മൾ y1 എഴുതുന്നു. y1 ഈക്വൽ ടു ലോഗാകുമ്പോൾ 1/x, എക്സ് എന്ന് വെച്ചാൽ എക്സ് ഇൻറ്റു റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എക്സിന് 1 പ്ലസ് റൂട്ട് എക്സിന് 1/2 റൂട്ട് എക്സ് ഇൻറ്റു 2x. ഓക്കെ, 2 ക്യാൻസൽഡ്. അപ്പോൾ 1/x പ്ലസ് റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് 1. ദെൻ നെക്സ്റ്റ് ഈസ് root x square plus 1 plus x common by root x square plus 1. This is cancelled. Then multiplying or cross multiplying, then obtaining root x square plus 1 into y1 equal to 1. Again differentiate on both sides. Then first into derivative second plus second into derivative first, that is 1/2 root x square plus 1 into 2x equal to 0. Okay, multiplying the root by x square plus 1, then x square plus 1 into y2 plus x y1 equal to 0. മൾട്ടിപ്ലൈ ചെയ്തു. അതാണ് ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെയും ലെബിനിസ് പ്രകാരം പ്രോഡക്റ്റ് ഫോമിൽ അപ്ലൈ ചെയ്യുക. ലെബിനിസിൻ്റെ റൂൾ ഉപയോഗിച്ച് അതിൻ്റെ എന്ത് ഡെറിവേറ്റീവ് കാണുമ്പോൾ അവർ പറഞ്ഞ പോലെ ആൻസറാക്കാൻ വേണ്ടി നമ്മൾ ഈ n ടൈംസ് അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ u എന്ന് പറയുന്നത് y2, b എന്ന് പറയുന്നത് x സ്ക്വയർ പ്ലസ് 1 ഫസ്റ്റ് ടൈമിൽ. അപ്പോൾ ഫസ്റ്റിൻ്റെ എന്ത് ഡെറിവേറ്റീവ് n പ്ലസ് 2, സെക്കൻഡ് അതേപോലെ എഴുതി, പ്ലസ് nc1 n എഴുതി. ഫസ്റ്റ് ഫിക്സ് ഒന്ന് കുറയ്ക്കുക, സെക്കൻഡിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക 2x പ്ലസ് nc2 n ഇൻറ്റു n മൈനസ് 1 ബൈ 1 ഇൻറ്റു 2. ഫസ്റ്റിൻ്റെ വീണ്ടും ഒന്ന് സഫിക്സ് കുറയ്ക്കുക, സെക്കൻഡിൻ്റെ 2x ഡെറിവേറ്റീവ് 2 എഴുതുക. ദെൻ സ്റ്റോപ്പ് ആകുക, അടുത്ത ടൈം 0 ആയിരിക്കും. ഓക്കെ, ദെൻ സെക്കൻഡ് ടൈം ഈസ് xy1. അപ്പോൾ xy1 എഴുതുമ്പോൾ y1ൻ്റെ എന്ത് ഡെറിവേറ്റീവ് yn പ്ലസ് 1, സെക്കൻഡ് ഈസ് എക്സ് പ്ലസ് nc1 ദാറ്റ് ഈസ് n. ഫസ്റ്റിൻ്റെ സഫിക്സ് ഒന്ന് 1 ഡിമിനിഷ് ചെയ്യുക, ദെൻ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ദാറ്റ് ഈസ് 1. ദെൻ അത് സ്റ്റോപ്പായി, അടുത്ത ടൈം വേണ്ട, കാരണം 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആയതുകൊണ്ട് സ്റ്റോപ്പായി, ഈക്വൽ ടു 0. ഇതിലും റീഅറേഞ്ച് ചെയ്യുക. yn പ്ലസ് 1ഉം yn ഒക്കെ പല സ്ഥലങ്ങളിൽ നിൽക്കുന്നു, കോമൺ ആയി എടുക്കുക. അപ്പോൾ ലാസ്റ്റ് നമുക്ക് കിട്ടുന്നത് x സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു yn പ്ലസ് 2 പ്ലസ് 2n പ്ലസ് 1 ഇൻറ്റു എക്സ് ഇൻറ്റു yn പ്ലസ് 1 പ്ലസ് n സ്ക്വയർ yn ഈക്വൽ ടു 0. ഓക്കെ, ഇങ്ങനെ നമുക്കൊരു ആൻസർ കിട്ടും. അപ്പോൾ എല്ലാം ഒരേ നേച്ചറിലെ ഒരേ സ്വഭാവമുള്ള ക്വസ്റ്റ്യനാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടി, all are in very very important. Okay, then the last problem is if y equal to sin m sin inverse x, prove that 1 minus x square into yn plus 2 minus 2 into n plus 1 into x into yn plus 1 plus m square minus n square into yn equal to 0. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ലെബിനിസ് എന്ന ആ ടോപ്പിക്കുള്ള ഏതൊരു സിലബസിലും ചോദിക്കാൻ പറ്റുന്ന എല്ലാത്തരം ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടാണ് നമ്മൾ ഈ വീഡിയോ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും ഈ പറയുന്നതിൽ ഏതെങ്കിലുമൊക്കെ ചോദിക്കും. ഇനി അതല്ല വേറെ ഏത് ചോദിച്ചാലും ഇതുപോലെ തന്നെ ചെയ്താൽ കിട്ടും. ഓക്കെ,
ഒരു സാമ്പിൾ പഠിച്ചു വെച്ചാൽ മതി. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുന്നു, ലെഫ്റ്റും റൈറ്റും. y1 ഈക്വൾ ടു സൈൻ ഡെറിവേറ്റീവ് കോസ് എം സൈൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു എം ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ 1/√1 മൈനസ് എക്സ് സ്ക്വയർ റൂട്ട് ക്രോസ് മൾട്ടിപ്ലൈയിങ് ഇപ്പോൾ എം ഇൻറ്റു കോസ് എം സൈൻ ഇൻവേഴ്സ് എക്സ്. ദെൻ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് ഈക്വൾ ടു എം സ്കേലാർ കോസിന് മൈനസ് സൈൻ എം സൈൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു എം ഇൻറ്റു 1/√1 മൈനസ് എക്സ് സ്ക്വയർ. Then multiplying throughout by √1 minus x square. Okay. Then 1 minus x square into y2 equal y2 minus x y1 is equal to minus m square y. That is 1 minus x square into y2 minus x y1 plus m square y equal to 0. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇനിഷ്യൽ സെറ്റ് ഇക്വേഷൻ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ഏത് ചോദ്യം വന്നാലും ആദ്യം അതിനെ ഈ ഒരു ഫോമിൽ ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കുക. അതിനെ എല്ലാ ടേമിനെയും ലെബിനിസ് പ്രകാരം n ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇതിൽ ലെബിനിസ് അപ്ലൈ ചെയ്യുമ്പോൾ y2-ന് u ആയി എടുക്കുക, 1 മൈനസ് എക്സ് സ്ക്വയറിനെ b ആയി എടുക്കുക. XY1 ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ലെബിനിസ് അപ്ലൈ ചെയ്യുമ്പം u എന്ന് പറയുന്നത് y1, v എന്ന് പറയുന്നത് x. ഓക്കെ. ഇനി എം സ്കോർ വൈക്ക് പ്രശ്നമില്ല. എം സ്കോറിൽ സ്കേലാറാണ്, y ഒരാളേ ഉള്ളൂ, ഒറ്റ ഫംഗ്ഷനേ ഉള്ളൂ. അതിൻ്റെ രണ്ട് ഡെറിവേറ്റീവ് y n തന്നെ. ഓക്കെ, നമുക്ക് പരിശോധിക്കാനായിരിക്കും. അതിൽ y2-ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ഡെറിവേറ്റീവ് yn പ്ലസ് 2, ദെൻ 1 മൈനസ് എക്സ് സ്ക്വയർ അതേപോലെ എഴുതി, പ്ലസ് NC1 n, ഫസ്റ്റിൻ്റെ സഫിക്സ് ഒന്ന് ഡിഫിനിഷ് ചെയ്യുക, 1 മൈനസ് എക്സ് ഡെറിവേറ്റീവ് -2x എഴുതുക, പ്ലസ് NC2 എഴുതുക, ഫസ്റ്റിന് വീണ്ടും സഫിക്സ് ഡിമിനിഷ് ചെയ്യുക, -2x-ന് -2x ഡെറിവേറ്റീവ് -2 എഴുതുക. ശരിക്കും അടുത്ത വരേണ്ടുന്നത് n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2/6, 1 ഇൻറ്റു 2 3 6, y n മൈനസ് 1 ഇൻറ്റു 0 വരണ്ടേ. അപ്പോൾ അത് വേണ്ട. ദെൻ നെക്സ്റ്റ് ടേം വെച്ചാൽ y1x-ൽ പ്ലസ് y1-ൻ്റെ എന്ത് ഡെറിവേറ്റീവ് x അതുപോലെ എഴുതി, NC1 ഫസ്റ്റിൻ്റെ സഫിക്സ് ഡിമിനിഷ് ചെയ്യുക 1, സെക്കൻഡിൻ്റെ ഡെറിവേറ്റീവ് 1 മതി, സ്റ്റോപ്പ് ചെയ്തു. ദെൻ എം പ്ലസ് എം സ്ക്വയർ ഇൻറ്റു y-ൻ്റെ ഡെറിവേറ്റീവ് എന്ത് ഡെറിവേറ്റീവ് y n. അപ്പോൾ എല്ലാ ടേമിൻ്റെയും എന്ത് ഡെറിവേറ്റീവ് കണ്ട്. ദെൻ ആഫ്റ്റർ സിംപ്ലിഫിക്കേഷൻ വി ഗെറ്റ് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു y n പ്ലസ് 2 മൈനസ് 2n പ്ലസ് 1 ഇൻറ്റു എക്സ് ഇൻറ്റു y n പ്ലസ് 1 പ്ലസ് എം സ്ക്വയർ മൈനസ് n സ്ക്വയർ ഇൻറ്റു y n ഈക്വൽ ടു 0. ഇത് നമ്മുടെ ലാസ്റ്റ് പ്രോബ്ലം. അപ്പോൾ ലെബിനിസ് പ്രകാരം നമ്മൾ ഇവിടെ 6 ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്തു. ഓക്കെ. അത് എല്ലാ പ്രോബ്ലം ഒരേപോലെ ചെയ്യുന്നത് ആദ്യം റൂള് മനസ്സിലാക്കുക, എന്നിട്ട് അതേപോലെ എന്ത് ചെയ്യുക, ചെയ്ത് പരിശീലിക്കുക.